ഗുരുവായൂരപ്പന്റെ ചൈതന്യം വിളിച്ചോതുന്ന എത്രയോ കഥകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ആ കൂറ്റൻ പേരാൽ കാണുമ്പോൾ ഭക്തരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ കഥയാണ്. ഗുരുവായൂരപ്പന്റെ പരമഭക്തയായിരുന്ന മഞ്ജുളയുടെയും അവൾക്കായി ഭഗവാൻ കാത്തുവെച്ച അത്ഭുതത്തിന്റെയും കഥ. ഇതാ മഞ്ജുള ആലിന്റെ ചരിത്രം. വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു വാരസ്യാരു പെൺകുട്ടിയായിരുന്നു മഞ്ജുള. ഗുരുവായൂരപ്പനെ അവൾക്ക് ജീവനായിരുന്നു. ദിവസവും വൈകുന്നേരം പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല ഭഗവാന് ചാർത്താൻ അവൾ കൊണ്ടുവരുമായിരുന്നു. കണ്ണനെ ഒരു നോക്ക് കാണുന്നതും ആ മാല അണിയിക്കുന്നതുമായിരുന്നു അവളുടെ ലോകം. ഒരു ദിവസം മാലയുമായി എത്തിയപ്പോഴേക്കും നേരം ഒരുപാട് വൈകിപ്പോയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടയടച്ചു. ആ മാല ഭഗവാന് ചാർത്താൻ കഴിയില്ലെന്നറിഞ്ഞ മഞ്ജുള പൊട്ടിക്കരഞ്ഞു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഞ്ജുളയെ അവിടുത്തെ വാര്യർ സാന്ത്വനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, "കുട്ടി, ഭഗവാൻ സർവ്വവ്യാപിയാണ്. ഈ കാണുന്ന ആൽമരത്തിലും ഭഗവാന്റെ ചൈതന്യമുണ്ട്. നീ ഈ മാല അവിടെ സമർപ്പിക്കൂ." മഞ്ജുള പൂർണ്ണ വിശ്വാസത്തോടെ ആ മാല ആൽമരത്തിൽ സമർപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ നിർമ്മാല്യം ദർശിക്കാനായി ശ്രീകോവിൽ തുറന്ന മേൽശാന്തി അത്ഭുതപ്പെട്ടുപോയി. ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒരു പുതിയ പൂമാല. എത്ര മാറ്റിയിട്ടും ആ മാല ഭഗവാന്റെ വിഗ്രഹത്തിൽ നിന്ന് മാറുന്നില്ല. ഒടുവിൽ വാര്യർ കഴിഞ്ഞ രാത്രി നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. മഞ്ജുള ആൽമരത്തിൽ സമർപ്പിച്ച മാല ഭഗവാൻ നേരിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അന്ന് ഭഗവാൻ ആ പെൺകുട്ടിയുടെ ഭക്തിയിൽ സംപ്രീതനായി മാല സ്വീകരിച്ച ആ ആൽമരമാണ് ഇന്നും ഗുരുവായൂരിൽ മഞ്ജുള ആൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ വാരസ്യാര് പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായി ഇന്നും ഗുരുവായൂരപ്പന്റെ ഏകാദശി വിളക്കിന് മുൻപ് മഞ്ജുള ആലിന് വിളക്ക് വെക്കാറുണ്ട്. ഭക്തിയുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ അരികിലെത്തും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മഞ്ജുള ആൽ. Hey everyone, thanks for watching Roy Diaries. If you love travel and adventure, please subscribe for more. Hit that button and join the journey. Your support means the world. More amazing content is coming your way.